ശ്രീ കെ അനിൽകുമാർ, നമസ്കാരം. ഈ സാഹചര്യത്തിൽ അങ്ങനെ ഒരു സന്ദർശനം നടത്തിയത് വ്യക്തിപരമായ സന്ദർശനമാണ് എന്ന് പറയുമ്പോൾ മറ്റേതെങ്കിലും ആൾക്കാരായിരുന്നു അങ്ങനെ BJP ബന്ധം പുലർത്തുന്നു എന്നറിഞ്ഞാൽ പാർട്ടി ഇത്തരത്തിലായിരിക്കുമോ പ്രതികരിക്കുക, അല്ലെങ്കിൽ സർക്കാർ ഇത്തരത്തിലായിരിക്കുമോ പ്രതികരിക്കുക? ഇവിടെ ഇന്ത്യ രാജ്യത്ത് 10 വർഷമായി അധികാരത്തിലിരിക്കുന്ന സർക്കാരും അതിന് പിന്നിൽ പ്രവർത്തകരും IAS, IPS ഉൾപ്പെടെയുള്ള IFS ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ വിവിധങ്ങളായ കാര്യങ്ങളിൽ എങ്ങനെയാണ് തെറ്റായി ഇടപെടുന്നത് എന്ന് ഭരണഘടനാ ബാഹ്യമായി ഇടപെടുന്നതെന്ന് ധാരാളം അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. രാജ്യത്തെ ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള ആളുകൾ ചേരുന്ന നിലയാണ് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സർവീസിലുള്ള ഹൈക്കോടതി ജഡ്ജിമാർ റിട്ടയർ ചെയ്യാൻ കാത്തിരിക്കാതെ നേരിട്ട് BJPയിൽ ചേരുന്നതാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. കേരളത്തിൽ തന്നെ DGPമാരായി പ്രവർത്തിച്ച 2 ആളുകൾ മുൻകാല പ്രാബല്യത്തോടെ തങ്ങൾ RSSൽ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുകയുണ്ടായി. രാജ്ഭവനിൽ RSSന്റെ ശാഖ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണ മേഖലകളിൽ തെറ്റായി പിടിമുറുക്കുന്ന ഒരു RSS എല്ലാ മേഖലകളിലും പിടിമുറുക്കുന്നു എന്നത് തന്നെ എതിർക്കുന്ന പ്രസ്ഥാനമാണ് CPM. മാത്രമല്ല, ഈ കേന്ദ്ര സർക്കാരിനെതിരെ ഇന്ത്യ രാജ്യത്തെ ശ്രീ കെ അനിൽകുമാർ, താങ്കളിലേക്ക് മടങ്ങി വരാം.